ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാവ് എ നൈസ് ഡേ. എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നൊരു കളക്റ്റീവായിട്ടുള്ള റീഡിംഗ് ആണ്. എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങളിപ്പോൾ കേൾക്കേണ്ടത് എന്ന രീതിയിലുള്ള ഒരു റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. മെഡിറ്റേഷൻ്റെ ബൈറ്റ് എല്ലാം കണ്ടിട്ട് ഓടി വരിക. കാരണം ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ദീർഘിപ്പിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയുമ്പോൾ വരെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി പോവുകയാണ്. സോ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. മെയിനായിട്ട് ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ, പല കാര്യങ്ങളിലും നിങ്ങളിപ്പോഴും ചിന്തിച്ച് നിൽക്കുന്നത് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ പല കാര്യങ്ങളിലും നിങ്ങൾ ഇപ്പോഴും റിവൈൻഡ് ചെയ്ത് അത് വേണോ വേണ്ടേ, അല്ലെങ്കിൽ അത് ചെയ്യണ്ടേ എന്നുള്ള ഒരു ടെൻഷനിൽ നിൽക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിരിക്കാം. അങ്ങനെ പല കാര്യങ്ങളിലും, അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റീവായ ഐഡിയകൾ വെച്ചിട്ട് നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. പക്ഷേ അത് സക്സസ്സിലേക്ക് എത്തുമോ എന്നൊക്കെയുള്ളൊരു പേടി നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നുണ്ട്. നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഏഞ്ചൽസിനോട് നിങ്ങൾ ചോദിക്കുക. നിങ്ങൾ ഓരോരുത്തർക്കും ദൈവം ഓരോ കാവൽ മാലാഖമാരെ നിയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ തെറ്റായ വഴിയിലേക്ക് പോകുന്നതും ശരിയായ വഴിയിലേക്ക് പോകുന്നതും നിങ്ങളെ മനസ്സിൽ തോന്നിപ്പിക്കാൻ വേണ്ടി. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ലൈഫ് ഓഫ് ജോസുട്ടി എന്ന് പറയുന്ന ദിലീപിൻ്റെ പടമുണ്ട്. അതിൽ ഒരു ബാഡ് മാലാഖിയുണ്ട്, ഒരു നല്ല മാലാഖിയുണ്ട്. ബാഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ നല്ല മാലാഖയ്ക്ക് വിഷമം വരും. മനസ്സിലായോ? ഉള്ളിൽ കിടന്ന് കരയുന്ന പോലെ കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പം നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബാഡ് മാലാഖയ്ക്ക് വിഷമം വരും. അപ്പം നമ്മുടെ ഉള്ളിൽ രണ്ട് മാലാഖമാരും ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ നമ്മളെ കൂടെ കാല് കയ്യിൽ തട്ടാതെ നമ്മളെ കൈകളിൽ വഹിക്കാനായിട്ട് നമുക്കൊരു മാലാഖ നമ്മുടെ കൂടെയുണ്ട്. അപ്പം നല്ല മാലാഖ നിങ്ങളെ ഓരോ കാര്യങ്ങളിൽ നിങ്ങൾ നല്ല രീതിയിൽ നടത്തി നല്ല രീതിയിൽ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾ തോന്നിച്ച് നിങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ കൂടി ചില നേരത്തെ നിങ്ങളുടെ ചില തോന്നലുകൾ, ഈ ബാഡ് മാലാഖ വന്നിട്ട് നിങ്ങളെ ചില തോന്നലുകൾ, ഇത് വേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെ ഡൈവേർട്ട് ചെയ്യുന്നത് കാണുന്നുണ്ട്. സോ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക. നിങ്ങൾ ഏഞ്ചൽസിനോട് ചോദിക്കുക. നിങ്ങളുടെ മാലാഖമാർ, നിങ്ങൾക്ക് നല്ല മാലാഖമാർ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യും നിങ്ങളോട്. അതായത് മെഡിറ്റേഷൻ നിങ്ങളോട് ശീലമാക്കാൻ പറയുന്നത് അതിനാണ്. ഡെയിലി ഒരു 10 മിനിറ്റെങ്കിലും നമ്മളത് ശീലമാക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും. അതിനാണ് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് വേണോ നിങ്ങളോട് ചോദിച്ചത്. കാരണം അത് ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ റൊട്ടീനൊക്കെ നിങ്ങളെ കാണിച്ചാൽ, പക്ഷേ അതിന് വേണ്ടത്ര റെസ്പോണ്ട് കിട്ടിയില്ല. അതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് വെച്ചു. ഓക്കെ, അപ്പോൾ നിങ്ങളുടേതായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് തുടങ്ങുന്ന സമയം വരികയാണെന്നാണ് പറയുന്നത്. നിങ്ങൾ ക്രിയേറ്റീവായിട്ടുള്ള ഓരോ ഐഡിയകളിലൂടെ അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ടുള്ള ഓരോ കാര്യങ്ങളിലൂടെ നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ മാറ്റിയെടുക്കുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാറ്റിയെടുക്കും. കാരണം കുറച്ച് പൈസ കയ്യിൽ വന്നാൽ അല്ലെങ്കിൽ പൈസ അധികം ഇല്ലാതെ ഒരു ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം,
കുറച്ച് പൈസ കൊണ്ട് എങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെയൊക്കെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ ഏത് രീതിയിൽ ചെയ്താലാണ് ബെറ്ററായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റുക എന്ന് ടെൻഷൻ അടിച്ച് നിൽക്കുന്നു. പിന്നെ കുറേ പേര് ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി നിങ്ങൾക്ക് ഏതു നേരം കരയാനും വിഷമിക്കാനും ഉള്ള ഒരു അവസ്ഥയാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് സങ്കടങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെ പ്രതി നിങ്ങൾ വിഷമിക്കുന്ന കാണുന്നുണ്ട്. അറ്റ് ലാസ്റ്റ് ടൈം നിങ്ങൾ പല തീരുമാനവും എടുക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതിയിട്ട് നിങ്ങൾ പല തീരുമാനങ്ങളും എടുക്കുന്നുണ്ട്. പക്ഷെ എല്ലാം ഫിനാൻസിലാണ് ചെന്ന് അവസാനിക്കുന്നത്. കാരണം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പേഴ്സണലി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത് വെച്ചാൽ അങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പലതും നിങ്ങളിലേക്ക് തിരിച്ചെടുക്കുന്ന ഒരു മൂവ്മെൻ്റ് ഒക്കെ കാണുന്നുണ്ട്. നിങ്ങൾ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി നിങ്ങൾ ഫൈറ്റ് ചെയ്യുക. ഈ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പൊരുതുക എന്ന് പറയുന്ന ചില ഡിസിഷൻസ് നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കുന്നതായിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ എല്ലാ കാര്യത്തിനും ഒരു ഡെവിൾ എനർജി ഉണ്ടാവും. ഒരു ഡെവിൾ എനർജി കിടന്ന് കളിക്കുന്നുണ്ടാവും. അതുപോലെ നിങ്ങളുടെ ലൈഫിൽ ഒരു ഡെവിൾ എനർജി, നിങ്ങൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ കുറേ ഡെവിൾ എനർജികളും കാണും. ഒരു ഡെവിളായിട്ടുള്ള കുറേ ഫ്രണ്ട്സും കാണും. അല്ലെങ്കിൽ ഡെവിളായിട്ടുള്ള കുറേ ആൾക്കാരുടെ സാന്നിധ്യം നിങ്ങളുടെ ലൈഫിലുണ്ട്. ഇവൻ ഒരു തേർഡ് പാർട്ടി ആയിക്കോട്ടെ നിങ്ങളുടെ കൂടെ കിടന്ന് കളിക്കുന്നുണ്ട്. നിങ്ങളറിയുന്ന ഒരാളായിരിക്കും നിങ്ങളുടെ തേർഡ് പാർട്ടി. നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം. അപ്പോൾ പിന്നെ കുറേ പേർക്ക് കുറേ ഇടത്ത് നിന്ന് കിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന കുറേ പൈസകൾ, ലോണ്, ലോട്ടറി, കരിയറിലൊരു ഇമ്പ്രൂവ്മെൻറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് അത് തന്നെയാണ് ഡബിൾ കൺഫർമേഷനാണ്. ഗിഫ്റ്റുകളായിട്ടും അങ്ങനെ പല രീതിയിലും പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നേടിയെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി നമുക്ക് ഒറാക്കിൾ കാർഡ്സ് ഒന്ന് എടുക്കണം എനിക്ക് തോന്നുകയാണ്. സോ നമുക്കതൊന്ന് എടുത്തു നോക്കാം. ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് എന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷൻ എന്ത് തന്നെയാണെങ്കിലും അത് ഇംപ്രൂവ് ചെയ്യാനുള്ള ഓരോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് സിറ്റുവേഷനിലാണോ ഇപ്പോൾ ഇരിക്കുന്നത് ആ സിറ്റുവേഷനിൽ നിന്നൊരു മച്ച് മോർ ബെറ്റർ സിറ്റുവേഷനിലേക്ക് നിങ്ങളുടെ ലൈഫിനെ കൊണ്ടുപോകുന്ന രീതിയിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് സംഭവിക്കാൻ പോവുകയാണ്. അത് ആലോചിച്ചിട്ട് നിങ്ങൾ സങ്കടപ്പെടുകയോ വിഷമിക്കുകയോ ഒന്നും വേണ്ട. നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ക്യാച്ച് ചെയ്തെടുക്കാൻ പോവാണ്. പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എടുത്തലക്കാൻ പോവാണ്. സോ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യും തീർച്ചയാണ്. എ ഇയർ ഫ്രം നൗ, ഈ ഒരു ഇയർ ഫ്രം നൗ, ഇന്ന് മുതൽ ഒരു ഇയറിനുള്ളിൽ 1 ഇയറിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ പല മാറ്റങ്ങളും സംഭവിക്കും. അത് നിങ്ങൾ പോലും അറിയാത്ത അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കൽ പോലും ചിന്തിക്കാത്ത പല എൻഗേജ്ഡ് ആയിട്ടുള്ള വളരെ മിറാക്കുലസ് ആയിട്ടുള്ള കുറേ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഫസ്റ്റേ പറഞ്ഞത് ദി സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ്. നല്ല നല്ല റീയൂണിയൻസ്, നിങ്ങളുടെ ഒരു സെലിബ്രേഷൻ മൈൻഡ്, നിങ്ങളുടെ ലൈഫ് ഹാപ്പി ആക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫിൽ പാർട്ടീസ് വരുന്നതിനുള്ള അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന മൊമെൻറ്റ്സ്, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ അടുത്തറിയുന്ന വ്യക്തികൾ നിങ്ങളെ ഹാപ്പി ആക്കുന്ന മൊമെൻറ്റ്സ്, ഇതൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകണേ. ഡബിൾ കൺഫർമേഷനാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾ യൂണിവേഴ്സിനോട് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, യൂണിവേഴ്സോ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങളോ ആരുമായിക്കൊള്ളട്ടെ, എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നത്, നിങ്ങൾ ഏഞ്ചൽസിനോട് ചോദിച്ച് നിങ്ങൾക്ക് കിട്ടുന്നത് വിൽ ബ്രിങ് ദ ആൻസർ ടു മെഡിറ്റേഷൻ. മനസ്സിലായോ? അതായത് മെഡിറ്റേഷൻ വിൽ ബ്രിങ് ആൻസർ. ഓക്കെ, നിങ്ങൾക്ക് ആൻസേഴ്സ് തരുന്നത് മെഡിറ്റേഷൻ. അതുകൊണ്ട് ശീലമാക്കുക. മെഡിറ്റേഷൻ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് യുവർ ലൈഫ്. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, വെരി 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 ഇമ്പോർട്ടൻറ്റ്. അത് ഞാൻ ശീലമാക്കിയത് കൊണ്ടാണ് അത്രയ്ക്കും പെർഫെക്റ്റായിട്ട് ഞാനിത് പറയുന്നത്.
മെഡിറ്റേഷൻ ഈസ് വെരി ഹൈലി റെക്കമെൻഡഡ് ഡിവൈസ് തന്നെ പറയാം. നമ്മുടെ മനസ്സിനെ വീണ്ടും പാകപ്പെടുത്തുന്ന ഒരു ഡിവൈസ് തന്നെയാണ്. നമ്മളേറ്റവും കൂടുതൽ നമ്മൾ എത്ര തകർന്നിരിക്കുന്നവനാണെങ്കിലും ഒരു 5 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്ത് അതിൽ നിന്നും ഉണർന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡിവൈസ് കൊണ്ട് നമ്മുടെ മനസ്സിനെ നേരെയാക്കിയതുപോലെ. സോ ഇറ്റ്സ് എൻ എക്യുപ്മെൻറ്റ് ഫോർ റീഫിറ്റിംഗ് അവർ മൈൻഡ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡാണ് സക്സസ്. That time meditation will bring answer and that time you will get success result. നിങ്ങൾക്ക് പിന്നീട് അറിയാൻ പറ്റും സക്സസ് ആയിട്ടുള്ള റിസൾട്ട്സ്, അല്ലെങ്കിൽ വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ അനുഭവിക്കുന്നതിലും നിങ്ങൾ പറയുന്നതിലും പല കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ലഭിക്കാൻ പോവാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ലഭിക്കാൻ പോവാണ്. നിങ്ങൾ ചിന്തിച്ചോളുക, ഇപ്പം മുതൽ നിങ്ങൾ ചിന്തിച്ചോളുക, പല കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഇന്നത്തെ റീഡിങ്. ഇതിൽ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറയുക. അത് കമൻറ്റ് ബോക്സിൽ ജേർണൽ ചെയ്യുക, ക്ലെയിം ചെയ്യുക. നിങ്ങളുടെ വ്യക്തിയുടെയും പേര് കമൻറ്റ് ചെയ്യുക. നമ്മുടെ 3 ചാനലിനെ പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ 3 ചാനൽ അപ്ലോഡ് ചെയ്യുന്ന സമയങ്ങളും. വൈകിട്ട് 6, 7, 8 സമയങ്ങളിലാണ് അപ്ലോഡിങ്സ്. 3 ചാനലിൽ സബ് ചെയ്ത് വെക്കുക. ആൻഡ് അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, ഹാവ് എ നൈസ് ഡേ. നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് പുതിയ ടോപ്പിക്സുകൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാനത് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സീ യു.